അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ മിഡിൽ പോയിൻ്റ്, അതായത് ഇതിന് നടുക്ക് ഒരു പോയിൻ്റ് ഇടണം. കാരണം കോമ്പസ് വെക്കാനുള്ളതാണ്, പ്രൊട്രാക്ടറും വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ 10.5 സെൻറ്റിമീറ്റർ, അതായത് വീതിയുടെ ഭാഗത്ത് നിന്ന് 10.5 സെൻറ്റിമീറ്റർ സെൻട്രലായിട്ട്, നിങ്ങൾക്ക് തോന്നുന്ന സെൻട്രലായിട്ട് മാർക്ക് ചെയ്യുക. അത് നല്ല ഒരു കട്ടി കുറഞ്ഞ രീതിയിൽ മാർക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ അതിൻ്റെ വീതിയാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്ത്. അതിൻ്റെ നീളത്തിൻ്റെ ഭാഗത്ത് നമ്മൾ എത്ര 15 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങളത് അഥവാ 29 ആണെങ്കിൽ, നിങ്ങൾ A4 ഷീറ്റ് 29 ആണെങ്കിൽ നിങ്ങൾ 14.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്താൽ മതി. നിങ്ങൾ 15 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ കറക്റ്റാണ് മിഡിൽ പോയിൻ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിഡിൽ പോയിൻ്റ് ഇട്ടതിന് ശേഷം പ്രൊട്രാക്ടർ എടുത്ത് വെക്കുക. ഇനി പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ശരിയാത്ത വിധത്തിൽ സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ 10 ഡിഗ്രി, അതായത് 0 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി, അങ്ങനെ 150 ഡിഗ്രി വരെ നമ്മൾ ഡോട്ട് എടുക്കുക, അതായത് മാർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ നേരത്തെ വെച്ചിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്യുക. അതായത് 0, 150 അവിടെ ഉണ്ടാകും. നമ്മൾ 10, 20, 30 അങ്ങനെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു സർക്കിൾ പോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കോമ്പസിൽ റേഡിയസ് 1.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുക. ഇപ്പം ഞാൻ ഇറേസ് ചെയ്യുന്നത് ആ മിഡിലിൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റാണ്. മിഡിൽ പോയിൻ്റ് ഇറേസ് ചെയ്യുക, എന്നാലേ നമ്മൾ ഈ ചിത്രത്തിന് ഭംഗി ഉണ്ടാകും. ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഡിഗ്രി വെച്ച് പ്രൊട്രാക്ടറിൽ ഡിഗ്രി വെച്ച് മാർക്ക് ചെയ്ത് ഓരോ 10 സെൻറ്റിമീറ്ററിലും അപ്പോൾ നമ്മൾ സെൻട്രലായിട്ട് വരുന്ന 1 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ 90 ഡിഗ്രി ആയിട്ട് വരുന്ന സെൻറ്റിമീറ്ററാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ സെൻറ്റിമീറ്ററും നമ്മൾ പിന്നെ ഇവിടെ തന്നിട്ടുള്ള ആ സർക്കിൾ 1.5 സെൻറ്റിമീറ്റർ സർക്കിളിൻ്റെ ഈ പുറം ഭാഗത്തും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ 6 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ വരച്ചതുപോലെ കണ്ടോ, ഇപ്പോൾ തിരിഞ്ഞില്ലേ, ഒരു 50 പോലെ കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ളതും വട്ടത്തിൽ ഇങ്ങനെ ചെയ്യുക. 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ചെയ്യുക കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അതായത് ഞാൻ പറഞ്ഞുതരാം. ഈ ലൈൻ കാണുന്നില്ലേ, നമ്മൾ ഡിഗ്രി വെച്ച് വരച്ച പോയിൻ്റ് വെച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവേണ്ടത്. പിന്നീട് നമ്മളത് 6 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് വട്ടത്തിൽ ചുറ്റും വരയ്ക്കാം, എന്നിട്ട് കാണാം. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇതുപോലെ വട്ടത്തിൽ വരച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ലൈൻ എടുക്കുക. എന്താണ് ഒരു ലൈൻ എടുത്തു, ആ ലൈനിൽ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുക. അവിടെ 90 ഡിഗ്രി എവിടെയാണ് മുകളിലല്ലേ ഉള്ളത് 90 ഡിഗ്രിന്ന്, ആ 90 ഡിഗ്രി എടുക്കുക, ഒരു മാർക്ക് ഇടുക, അതായത് ഒരു പോയിൻ്റ് എടുക്കുക. അപ്പോൾ 90 ഡിഗ്രി ഞാനൊരു പോയിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെ സ്കെയിൽ എടുത്തിട്ട് ആ പോയിൻറ്റിനെ 6 സെൻറ്റിമീറ്ററിലേക്ക്, കണ്ടോ, ആ പോയിൻറ്റിനെ ആ ലൈനിൽ നിന്ന് ആ പോയിൻറ്റിനെ 6 സെൻറ്റിമീറ്ററിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. കണ്ടോ, വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്യുക. അതുപോലെ വട്ടത്തിൽ ചെയ്യുക. കണ്ടോ, ഇതുപോലെ ചെയ്തു. ഇനി ഇതുപോലെ വട്ടത്തിൽ ചുറ്റും ചെയ്യുക. ഇതുപോലെ ചുറ്റും വരയ്ക്കാം. അപ്പോൾ നമുക്കിനി വേണ്ടത് കുറച്ച് ശ്രദ്ധിക്കണം ഇത് ചെയ്യുമ്പോൾ. കാരണം കണ്ടോ, ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സർക്കിളിൻ്റെ പുറത്തെ ഭാഗവും പിന്നെ ആ അടിയിലുള്ള ഞാനിപ്പോൾ തൊട്ട് കാണിച്ചിരുന്ന വീഡിയോയിൽ കണ്ടോ, അതും അവിടെ നമ്മൾ ഒരു ലൈൻ എടുക്കുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ പോലെ കിട്ടും. അപ്പോൾ അവിടെ ഒരു ലൈൻ എടുക്കുക. കണ്ടോ, ഇതുപോലെ ചുറ്റും വരയ്ക്കുക. അപ്പോൾ നമുക്ക് ചുറ്റും വരച്ചിട്ട് കാണാം. കൂട്ടുകാരെ, നമ്മുടെ ജോമെട്രിക്കൽ ചാർട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കളർ കൊടുക്കാൻ പോവുകയാണ്. കളർ കൊടുക്കുന്ന മാർക്കറിൻ്റെ പേര് ചിസൽ ടിപ്പ് മാർക്കറാണ്. അതായത് എൻ്റെ ഫസ്റ്റ് ചാനൽ ആഷു ഡിസ്കവറിയിൽ അതിന് അൺബോക്സിങ് റിവ്യൂവും കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പോയി കാണുക. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി കളർ കൊടുക്കുന്നതിൽ പോകാം. Close till I get up. Time is barely on our side. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ജോമെട്രിക്കൽ ചാർട്ട് അടിപൊളിയായിട്ട് വരച്ചിട്ട് കളർ കൊടുത്തിട്ട് ഇവിടെയുണ്ട്. കാണുന്നില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കളർ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ കളർ മാറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഏതായാലും വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള കൂടുതൽ ജോമെട്രിക്കൽ ചാർട്ട് വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം നമുക്ക് ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.